ജോഷുവയുടെ പുസ്തകം 21 അധ്യായം അതിന്റെ 45 വാക്യം. ജോഷുവ ചാപ്റ്റർ 21 വേഴ്സ് 45 വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ആ തിരുവചനത്തെ ശ്രദ്ധിക്കുക. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവൃത്തിയായി. ഒരിക്കൽ കൂടെ വായിക്കുന്നു, ശ്രദ്ധിക്കുക. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിലെ സകല പ്രോമിസുകളും ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. നോട്ട് എ വൺ വേർഡ് ഫെയിൽ. ഒറ്റ വാക്കുപോലും തോറ്റുപോകാതെ, ഒറ്റ വാക്കുപോലും വിട്ടുപോകാതെ സർവശക്തനായ ദൈവം ഇസ്രായേൽ കുടുംബത്തോട് ഗ്രഹത്തോട് പറഞ്ഞ സകല വാഗ്ദത്തത്തെയും അവൻ പൂർത്തീകരിപ്പാൻ ഇടവന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 1 അധ്യായം അതിന്റെ 19-20 തിരുവചനങ്ങൾ വായിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. യെസ് എന്നും നോ എന്നും ആയിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നത്രേ ഉള്ളൂ. ആ ക്രിസ്തുവിൽ എല്ലാം യെസ് എന്ന് അത്രേ. 20-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും, ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ്, അങ്ങനെ ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. അവനിൽ ആമീനും എന്ന് അത്രേ. ഹല്ലേലൂയ. ഈ 2 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യത്തെ, ഒരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. താൻ പറഞ്ഞ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തോട് പറഞ്ഞ പ്രോമിസിനെ പൂർത്തീകരിക്കുന്ന ദൈവം. ആദ്യത്തെ വചനം നമ്മൾ വായിച്ചു. ദൈവം ഇസ്രായേൽ എന്ന കമ്മ്യൂണിറ്റിയോട്, ഗ്രഹത്തോട് പറഞ്ഞ വാക്കിന്റെ ഒരു വാക്കുപോലും തോറ്റുപോകാതെ, പരാജയപ്പെട്ടു പോകാതെ സകലതും നിവർത്തിച്ച ദൈവം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരുടെ ദൈവസഭയ്ക്ക് ഇരുന്നപ്പോൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവത്തിനായ യേശു കർത്താവിന്റെ വചനം, ആ സുവിശേഷം ഒരിക്കൽ എസ് എന്നും പിന്നെ നോ എന്നും, ഒരിക്കൽ ഉണ്ടെന്നും പിന്നെ ഇല്ലെന്നും അല്ല. അത് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും, ദൈവത്തിന്റെ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. ദൈവത്തിന് മഹത്വം വരുമാറ് അത് ആമീനും എന്നത്രേ. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സകലരെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു നല്ല ദൈവത്തെ പരിചയപ്പെടുത്തുക. ഒരു നല്ല ദൈവത്തെ വീണ്ടും ഒന്ന് രുചിച്ചറിയണം. നിന്നോടും നിന്റെ ഗ്രഹത്തോടും നിന്റെ കൂടാരത്തോടും ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാറ്റി പറയുന്ന ദൈവം അല്ലെന്ന്, ആ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു നല്ല ദൈവത്തെ ഇന്ന് പകൽ പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ആരോടൊക്കെ വിളിച്ചു പറയുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നിന്റെ കൂടാര, നിന്റെ ഭവന, നിന്റെ തലമുറ, നിന്റെ ലൈഫിൽ നീ കേട്ട പ്രോമിസ് ഉണ്ടല്ലോ, അത് ആരൊക്കെ മാറ്റി പറഞ്ഞാലും മാറ്റി പറയാത്തൊരു ദൈവമുണ്ട്. നമ്മൾ വായിച്ച ജോഷുവയുടെ പുസ്തകത്തിൽ ആ പുസ്തകം പറയുന്നത്, അധ്യായങ്ങൾ പറയുന്നത്, ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം അവരവിടെ കയറി വിവാഹിച്ച് കിട്ടുന്ന അനുഭവത്തെ നമുക്ക് കാണാൻ പറ്റും. ഈ വാക്യം ജോഷുവയുടെ പുസ്തകം നമ്മൾ 21:45 വായിച്ചത്, ഇതൊരു സാക്ഷ്യമാണ്. എന്താണ് സാക്ഷ്യമാണ്? എന്തിന്റെ സാക്ഷ്യം? ദൈവത്തിന്റെ വിശ്വസ്തതയുടെ സാക്ഷ്യമാണ്. ദൈവം തന്റെ ജനത്തോട് പറഞ്ഞതിന്റെ വിശ്വസ്തതയുടെ സാക്ഷ്യമാണ്. വായിച്ചത്, ആ ദൈവം പറഞ്ഞ വാക്കിന് ഒന്നുപോലും തെറ്റാതെ ദൈവം എന്ത് ചെയ്തു? നിവർത്തിച്ചു കൊടുത്തു. എങ്ങനെ നിവർത്തിച്ചു എന്ന് നോക്കുമ്പോൾ, ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തോടുള്ള അനുസരണവും ദൈവത്തിന്റെ വഴിയിൽ നടന്നതിൻ്റെയും ദൈവത്തിന്റെ ശക്തിയാൽ മുമ്പിൽ വന്ന തടസ്സങ്ങളെ നേരിട്ട് മുന്നേറി ഈ വാഗ്ദത്തം പ്രാപിച്ചു എന്ന്
സാധിക്കും. നമ്പർ 1, ഈ വാക്യം വാക്യത്തിൽ നിന്ന് നമ്മുടെ ദൈവം ആരാന്ന് കാണും. ഒന്ന്, അവൻ വാഗ്ദത്തങ്ങളെ കീപ്പ് ചെയ്യുന്ന ദൈവമാണ്. പ്രോമിസ് കീപ്പറാണ്. നമ്മുടെ ഉള്ളിൽ ആദ്യം കത്തേണ്ട ഒരു കാര്യം, വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. അവൻ സർവശക്തനാണ്. കാരണം സംഖ്യ 23:19 പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. ആരാ നമ്മുടെ ദൈവം എന്ന് വെളിപ്പെടുത്തുന്നത്? സംഖ്യ 23:19 ഇങ്ങനെ പറയുന്നു, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, പിന്നീട് വീണ്ടും അനുദപിക്കാൻ അവൻ ആരല്ല, മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അപ്പൊ ആരാ ദൈവം? പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ അത് ചെയ്യുന്ന ദൈവം. വ്യാജം പറയാൻ മനുഷ്യനല്ല, പിന്നെ നോ എന്ന് പറഞ്ഞ് തിരുത്തി പറയാൻ മനുഷ്യപുത്രനല്ല. പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. അവർക്ക് പറയാം, എന്റെ ദൈവം പറഞ്ഞാൽ അതിന് മാറ്റമില്ല. ദൈവം പറഞ്ഞാൽ പറഞ്ഞത്. ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം പറഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ ദൈവം തന്നെ ജാഗരിച്ചു. ഒന്നും അറിയാത്ത ബാലനായ ജെരമ്യാവിനെ വിളി പറഞ്ഞ് ദൈവം ഒരു കാഴ്ച കാണിപ്പിച്ചിട്ട് ജെരമ്യാനോട് ദൈവം പറയുന്നുണ്ട്. ജെരമ്യ 1:12, യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും. ആരെ ദൈവം? പ്രോമിസ് പറഞ്ഞു നിർത്തുന്ന ദൈവമല്ല, പകരം അതിനെ പൂർത്തീകരിപ്പാൻ, അതിനെ നിവർത്തിപ്പാൻ, അതിനായി എന്ത് ചെയ്യുന്നു? ജാഗരിക്കുന്ന ഒരു ദൈവം. അപ്പൊ നമ്മുടെ ദൈവം വാഗ്ദത്തം പറഞ്ഞ് അതിനു വേണ്ടി ജാഗരിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ്. ആമേൻ. അപ്പൊ മറന്നു പോകുന്ന ദൈവമല്ല, താമസിച്ചു പോകുന്ന ദൈവമല്ല, തക്ക സമയത്ത് അവൻ പറഞ്ഞതിനെ പൂർത്തീകരിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. അവനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് പൂർത്തീകരിക്കും. സിറ്റുവേഷൻ മാറിയാലും സാഹചര്യം മാറിയാലും ദൈവത്തിന്റെ വാക്കുകൾക്കും വാഗ്ദത്തങ്ങൾക്കും മാറ്റമേ. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, അവൻ ജാഗരിച്ചുകൊള്ളും. സങ്കീർത്തനം 121:4 പ്രസിദ്ധമായ വചനം, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. ദൈവം കാണുന്നു നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കണ്ണീര്, നമ്മുടെ കാത്തിരിപ്പ് എല്ലാം. ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നു. ശക്തമായ ഒരു മർമ്മത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നത്. അപ്പൊ ഒന്ന്, ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങൾ പറയുക മാത്രമല്ല, അത് പൂർത്തീകരിക്കാൻ ജാഗരിക്കുന്ന ദൈവമാണ്. ഇനി 2, കാലതാമസം ഉണ്ടെന്ന് വെച്ചിട്ട് ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല. കാലതാമസം വന്നു എന്നതിന്റെ അർത്ഥം വാഗ്ദത്തം പറഞ്ഞവൻ എന്തെങ്കിലും പറ്റിയെന്നല്ല, വാഗ്ദത്തം മറന്നുപോയെന്ന്. അത് കർത്താവ് പറയും, വ്യാജം പറയാൻ ഞാനൊരു ഇന്ന് ഇവിടെ പറയാം. ചിലത് പ്രാർത്ഥിച്ചിട്ട് ചിലതിന് ലേറ്റായിട്ട് നിൽക്കുന്നെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽ നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറഞ്ഞാൽ, ആ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ലെന്ന്. നമ്മുടെ ദിവസത്തിൽ ഇന്നലെയോ ഇന്നോ അല്ലെങ്കിൽ നാളെയോ വിഷയത്തിന് വിടുതൽ കണ്ടില്ലെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞ വാഗ്ദത്തം അവൻ ഒരിക്കലും മാറ്റി പറയത്തില്ല. താമസിച്ചു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇസ്രായേൽ യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശം വിഭജിച്ച് കിട്ടി. ഈ ജനം അവിടെ പാർത്തപ്പോഴാണ് നമ്മൾ വായിച്ച വചനം വായിച്ചത്. ഒന്നുപോലും കുറഞ്ഞില്ല, ദൈവം എല്ലാം നിവർത്തി. യഥാർത്ഥത്തിൽ പഠിക്കുമ്പോ ഇവരോടൊന്നും പറഞ്ഞതല്ല, അവരുടെ പിതാവായ അബ്രാമിനോട് പറഞ്ഞ തൊട്ട് ഉള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം അവര് കാണുന്നേ. അബ്രാമിനോട് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, സ്വന്തമല്ലാത്ത ദേശത്തിന്റെ സന്തതി പോവും, അവിടുന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവരും, ഞാൻ വാഗ്ദത്ത കനാലിലേക്ക് എത്തിക്കും. അപ്പൊ ഇന്നലെയോ മിനിഞ്ഞാന്നോ കണ്ട തലമുറയോട് പറഞ്ഞ ദൂതല്ല, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ദൂത്. 10,400
വർഷം ഇസ്രായേലിൽ അടിമത്തത്തിൽ കിടന്നു. പിന്നെ 10-40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്ന വർഷങ്ങൾ. അതിനിടയ്ക്ക് പല യുദ്ധങ്ങളെ നേരിട്ടു. എന്നിട്ടാണ് ഈ പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തമാണെങ്കിലും പറഞ്ഞത് ദൈവമാണെങ്കിൽ അവൻ പൂർത്തീകരിക്കും. നമ്മൾ ഇന്ന് വായിച്ച ജോഷുവ 21:45 ആ തൊട്ട് മുമ്പ് 2 വർഷം മുമ്പ് ജനിച്ച 10 വർഷമോ 15 വർഷം മുമ്പ് ജനിച്ചു വന്ന തലമുറയോട് പറഞ്ഞ ദൂതല്ല, ആണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ദൂതിന്റെ പൂർത്തീകരണമാണ് നിറവേറിയത്. എന്തെന്നറിയത്തില്ല. ഇന്ന് രാവിലെ മുതൽ എന്റെ അകത്ത് ഒരു തിരതള്ളി കയറുന്ന പോലെ അകത്ത് വിളിച്ചു പറയുകയാണ്, നിങ്ങളോട് വിളിച്ചു പറയുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ചില ദൂതുകളെ എന്റെ ദൈവം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാനായി ജാഗരിച്ചു കൊള്ളുന്ന ദൈവം. ഓ ശൈബാല ബാൽഖാദിയാദോ. ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട്. അത് സമാധിയിലേക്ക് ബന്ധപ്പെടും. വൈകിയാലും കാത്തിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയുന്നു ഹല്ലേലൂയ, അത് വരിക. ഇറ്റ് ഈസ് കമ്മിങ്. നിന്നെ തേടി അത് വരും. ആ സൗഖ്യം വരും. നീ വിടുതലിനെ കാത്തിരെങ്കിൽ അത് വരും. ദൈവപ്രവൃത്തിക്ക് പ്രാർത്ഥിച്ചെങ്കിൽ അത് വരും. നീ ഉപവസിച്ച വിഷയത്തിന് അത് വരും. അത് വരും. ഇറ്റ് ഈസ് കമ്മിങ്. അത് വരുന്നു. അത് വരുന്നു. അത് വരുന്നു. പുതിയ നിയമത്തിൽ പറയുന്ന വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവം. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു. നമുക്ക് മനസ്സിലായി ദൈവം ആരാ? വാഗ്ദത്തത്തെ എന്ത് ചെയ്യുന്ന? പൂർത്തീകരിക്കുന്ന ദൈവം. അതിനായി ജാഗരിക്കുന്ന ദൈവം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ വാഗ്ദത്തം ദൈവം എന്ത് ചെയ്യും? നമ്മുടെ അകത്തൊരു വിശ്വാസം അകത്ത് കയറണം. അവൾ വിശ്വസിക്കണം. കർത്താവ് അത് ചെയ്യും. കർത്താവ് അത് ചെയ്യും. അടുത്ത ശ്രദ്ധിച്ചേ. അപ്പൊ ദൈവം പൂർത്തീകരിക്കും. ദൈവം അതിനായി എന്ത് ചെയ്യും? ഇതിന്റെ ഇടയ്ക്ക് അതാണ് ഇന്നത്തെ ഒരു മെസ്സേജിലേക്ക് വരുന്നത്. ദൈവത്തിന് നമ്മുടെ പങ്കാളിത്തം വേണം. ഇത് പൂർത്തീകരിക്കാൻ ദൈവത്തിന് ആര് വേണം? നമ്മുടെ പങ്കാളിത്തം വേണം. ദൈവം വാഗ്ദത്തങ്ങളെ കീപ്പ് ചെയ്യുന്ന ദൈവമാണ്. അതിനായി ജാഗരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ എത്ര വാഗ്ദത്തങ്ങൾ ക്രിസ്തുയേശുവിൽ ഊവന്ന് തന്നെ, ആമീൻ തന്നെ. അതിന് യാതൊരു മാറ്റമില്ല. ദൈവം നിറവേറ്റും. പക്ഷെ എന്തു വേണം? നമ്മുടെ പാർട്ടിസിപ്പേഷൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടെല്ലാം ദൂത് പറഞ്ഞിട്ടുണ്ട്. ആ ദൂത് പൂർത്തീകരിക്കാൻ നമ്മുടെ പങ്കാളിത്തം വേണം. ചുമ്മാതാണോ അവർ ഈ വാഗ്ദത്ത നാട്ടിലേക്ക് പോന്നേ? അബ്രാഹാമിനോട് പറഞ്ഞു തുടങ്ങിയതാ. പ്രധാനമായി എടുത്തു പറഞ്ഞാൽ ഇവിടേക്ക് എത്താൻ അനുസരിച്ച മോശയും അവന്റെ ലീഡർഷിപ്പും ഒന്നാം ഘട്ടത്തിൽ വേണമായിരുന്നു എന്റെ ദൈവത്തിന്. മോശ മരിച്ചപ്പോൾ അത് അതുപോലെ ഏറ്റെടുത്ത് അനുസരിച്ച് സ്റ്റെപ്പ് വെച്ച ജോഷുവ വേണമായിരുന്നു ഈ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കാൻ. വാക്ക് പറഞ്ഞപ്പോൾ ഇറങ്ങിത്തിരിച്ച് യുദ്ധത്തിനായി ചാടി ഇറങ്ങിയ യുദ്ധ വീരന്മാർ വേണമായിരുന്നു ഈ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കാൻ. അപ്പം നീണ്ട വർഷത്തിന് മുമ്പ് പറഞ്ഞ വാഗ്ദത്തം ജോഷുവ 21 പറയുന്നു, ഒന്നുപോലും കുറയാതെ ദൈവം നിറവേറ്റി. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവിന് എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും അത് ഊവന്നത്രേ, അതാമീനത്രേ. പക്ഷെ ആരുടെ പാർട്ടിസിപ്പേഷൻ വേണം? നമ്മുടെ പാർട്ടിസിപ്പേഷൻ. മാനവജാതിയുടെ രക്ഷകൻ പിറക്കും. ദൈവിക ദൂതാണ്. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. കന്യ ഗർഭിണിയായി മകനെ പ്രസവിക്കുന്നു. ദൂതാണ്. ആരുടെ പാർട്ടിസിപ്പേഷൻ വേണ്ടി വന്നു? മറിയയുടെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത്. ഇന്ന് ഇവിടെ ചിലത് ഇതിന് ഈ മെസ്സേജ് എന്തിനാ? ആരെയൊക്കെ പ്രിപ്പയർ ആക്കാൻ പോവുക? നിന്നോടും നിന്റെ കുടുംബത്തോടും പറഞ്ഞ വാഗ്ദത്തത്തെ നിന്റെ വീട്ടിൽ പെയ്തിറങ്ങാനായി നിന്റെ ഒരു ശകരണം, നിന്റെ ഒരു പങ്കാളിത്തം.
അത് തിരിച്ചറിഞ്ഞ് ചിലർ സ്റ്റെപ്പ് വെക്കാൻ പോകുമ്പോ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി എന്റെ ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാണ്. ഓ എന്താണ് നമ്മുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ വിശ്വസിക്കുന്നു ഇതൊന്ന് ഏറ്റെടുത്ത് പോകുമ്പോൾ ഈ ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന്റെ സാക്ഷ്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാൻ പോവുക. നിങ്ങളും പറയും, എന്നോട് പറഞ്ഞ ഒരു വാക്ക് പോലും എന്റെ ദൈവം മാറ്റിയിട്ടില്ല. എന്റെ തലമുറയോട് പറഞ്ഞതൊന്നുപോലും എന്റെ ദൈവം മാറ്റിയിട്ടില്ല. ക്രിസ്തേശുവിൽ ഊവന്നത്രേ, ക്രിസ്തേശുവിൻ ആമീനത്രേ. നമ്പർ 1, ഒന്നാമത്തെ പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഇത് വേണ്ടത് ഒന്നൊരു അനുസരണമാണ്. ഒന്നെന്താണ്? അനുസരണം. ജോഷുവ 1:7, 8, 9 വാക്യങ്ങൾ വായിച്ചു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൽ 7, 8, 9 വാക്യങ്ങൾ വായിച്ചു. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യം ഉള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. മതി. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും നീ വിജയിക്കും, നീ അത് അനുഭവിക്കും. എന്റെ വാക്ക് വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. അങ്ങൊരു അനുസരണത്തിന് നീ തയ്യാറായാൽ നീ കൃതാർത്ഥനായി മാറും. നമ്മുടെ പാർട്ടിസിപ്പേഷൻ കണ്ടോ? ദൈവത്തിന് തന്റെ ദൂത് നിവർത്തിക്കണം. ദൈവം ജാഗരിക്കുന്നുണ്ടോ? വീണ്ടും ഒരുത്തിനെ ഓർപ്പിക്കുന്ന, നീ നിന്നാൽ പൂർത്തീകരിക്കാൻ ഞാൻ റെഡിയാണ്. കാരണം ആ ഒരു ഒബീഡിയൻസിലേക്ക്, കർത്താവ് പറഞ്ഞതിലേക്ക്, ഒരു അനുസരണത്തിൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ ദൈവാത്മാവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 2, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യം വായിക്കുന്നു. ശ്രദ്ധിക്കുക. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും അതിന്റെ 5-ാം വാക്യവും. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. ദൈവത്തിന്റെ ജനം യാത്ര തിരിച്ച് എവിടെ വന്ന് നിൽക്കുകയാണ്? യോർദാൻ അടുത്ത്. ഇനി മറുകര കാണണം. വാഗ്ദത്തങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞ പ്രോമിസിലേക്ക് പോവുകയാണ്. അവിടെ നിന്നപ്പോൾ അവിടെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നിട്ട് ദൈവം എന്താ പറഞ്ഞ? ദൈവത്തിന്റെ ആലോചന പറയാം. 3:5 വായിച്ചേ. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അവ വാഗ്ദത്തങ്ങളിലേക്ക് കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ വേണം? ഒരു ശുദ്ധീകരണം. പ്രോമിസിലേക്ക് എത്തിക്കാൻ ഞാൻ റെഡിയാണ്. എന്റെ വാക്കിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ അതിനായി ജാഗരിച്ചു. പക്ഷെ കൺമുമ്പിൽ കണ്ട ഈ ചെങ്കടൽ അല്ലെങ്കിൽ ഈ യോർദാൻ കഴിഞ്ഞ് അപ്പുറത്ത് പോകണമെങ്കിൽ എന്തോ വേണം? ഒരു ശുദ്ധീകരണം. നമ്പർ 2, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും വാഗ്ദത്തം നിറവേറുകയല്ല. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പാത്രം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലേറ്റ്, നമ്മൾ കഴിച്ച പ്ലേറ്റ് അത് ശുദ്ധീകരിച്ച ഇതുവരെ ഉണ്ടായത് അരിക്കുകളും ചേറും എല്ലാം മാറ്റി നന്നായിട്ട് കഴുകി 2-3 വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ആ എന്തൊക്കെയോ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ല ആ പാത്രത്തിൽ നിന്ന് മാറ്റും. അപ്പൊ ക്ലിയറാണ്. ആ ക്ലിയറായാലാണ് പുതിയ ചോറ് എന്ത് ചെയ്യുന്നത്, പുതിയ കറികൾ എന്ത് ചെയ്യുന്നത്, വിളമ്പുന്നത്. എന്ന് പറയുന്നത് പോലെ വിളമ്പാൻ റെഡി ആയിട്ടിരിക്കുക. കുറച്ചുകൂടെ മനസ്സിലായില്ലേ? ഇപ്പൊ ഇതൊരു പാത്രമാണെന്ന് വിചാരിച്ചോ. ഹല്ലേലൂയ. ഈ പാത്രത്തിന്റെ അകത്ത് ഒരു പൊടി, നമ്മളിപ്പോൾ വിളമ്പാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴായിരിക്കും നമ്മളൊരു പൊടി കാണുന്നത്. അപ്പൊ അത് മാറ്റിയിട്ടായിരിക്കാം. അപ്പം ആ വിളമ്പുന്ന ഒരാൾ ഇങ്ങനെ കാത്തിരിക്കുക. നമ്മൾ ചിലപ്പോൾ കല്യാണത്തിനൊക്കെ പോകാറില്ല, ആ കാറ്ററിംഗിന്റെ കൊണ്ടുവരുന്ന പ്ലേറ്റിന്റെ അകത്തൊരു പൊടി ഉണ്ടെങ്കിൽ നമ്മൾ
നമ്മൾ ആ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടയ്ക്കും. ആ തുടയ്ക്കുന്നവരെ ആ മിക്കവാറും ആ പയ്യൻ എന്ത് ചെയ്യും, ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ അപ്പുറത്ത് ആൾക്ക് കൊടുത്തിട്ടാലും നമ്മുടെ അടുത്തോട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം നമ്മളൊന്ന് തുടച്ചു കൊടുത്താൽ അവൻ ആ ചോറിടാൻ റെഡിയാണ്. ഇതേപോലെ തന്നെയാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ നല്ലൊരു പാത്രത്തിൽ നിന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്തോ എന്തോ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു, അധികം താമസമില്ല കേട്ടോ, റെഡി ആയിക്കോ, ചിലത് ദൈവത്താൽ ഉയർത്തിയത് നിന്നിലേക്ക് പകരാൻ പോവുക. ദൈവം പകരാൻ പോവുക. ജോഷുവേ, നീ അനുസരിച്ച് ആ വഴി നടക്കാൻ തയ്യാറായാൽ നീ ചെയ്യുന്ന കാര്യം കൃതാർത്ഥമാവും, നീ സക്സസ് ആവും, നീ പ്രോസ്പർ ആവും. മുമ്പേ കിടന്ന ഈ യോർദാനെ മാറി അപ്പുറത്ത് പോകണോ? ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ നിന്നെ തന്നെ ശുദ്ധീകരിച്ചാൽ നാളെ നിങ്ങൾ ഒരു അതിശയത്തെ കാണാൻ പോവുക. നമ്പർ 3, മൂന്നാമത്തത് ജോഷുവയുടെ പുസ്തകം തന്നെ എടുക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കും. അതിന്റെ ദൈവം പറയുമ്പോൾ സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കും. ആ സ്റ്റെപ്പ് ശുദ്ധീകരണം കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് കാല് വെക്ക്. അപ്പോ ഈ യോർദാൻ എന്ത് ചെയ്യും? വഴി തുറക്കും. യോശുവ 6 എടുത്തേ, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്തു കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാം അടച്ച് കൺമുമ്പിൽ കണ്ടേക്കുക. നോക്കിയാൽ വാഗ്ദത്തം കാണാൻ യാതൊരു സാഹചര്യം ഇല്ല. ഈ ദൈവമക്കൾ വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം യെരിഹോവ അടച്ചു. പുറത്തും പറ്റത്തില്ല. ചില സമയത്ത് അങ്ങനെ ചില വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോ ചിലതിനൊക്കെ മനസ്സിലായിട്ട് പലതും മനഃപൂർവ്വം അടച്ചെന്ന് വരാം. നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് അടഞ്ഞു കിടക്കുന്നതായിരിക്കാം. ദൈവത്തിന്റെ വാക്കുകേട്ട് അനുസരിച്ച് ശുദ്ധീകരണത്തോടെ സ്റ്റെപ്പ് വെക്കുന്ന ചില സമയങ്ങളിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞതും മനഃപൂർവ്വം അടച്ചതും ഒരു 5 അനങ്ങാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നെന്നിരിക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിലും ദൈവം പറയുന്ന വാക്കുകേട്ട് വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ എത്ര അടഞ്ഞിരുന്നതാണെങ്കിലും വാഗ്ദത്തങ്ങളെ പൂർത്തീകരിപ്പാൻ എന്റെ ദൈവ ശക്തനാണ്. അവരോട് താഴോട്ട് പറയുന്നുണ്ട്, വേഗത്തിൽ നിന്ന് വായിച്ചേ. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. അപ്പോൾ പട്ടണം അതിൽ വീഴും. ജനം ഓരോരുത്തർ നേരെ കയറുകയും വേണം. ഞാൻ പറയുന്ന പോലെ സ്റ്റെപ്പ് വെച്ച് നാർപ്പിട്ട് സ്തുതിച്ച് ആരാധിക്കാൻ തയ്യാറായാൽ പട്ടണത്തിന്റെ മതിൽ വീണിരിക്കും. നീ മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചിരിക്കും. ചില സമയത്ത് ദൈവത്താൽ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ നിന്നോട് പറയുമ്പോൾ മടി കാണിക്കരുത്. അത് നിന്റെ പാർട്ടിസിപ്പേഷൻ ആണ്. നിന്റെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ എത്ര തടഞ്ഞു കിടക്കുന്ന മതിലോ നിന്റെ മുമ്പിൽ ഉടഞ്ഞു വീണ് നീ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കും. ഈ ദിവസങ്ങളിൽ ആരോടൊക്കെ പറയുന്നു, നീ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റാതെ മുമ്പിൽ ശത്രു കെട്ടിപ്പൊക്കിയ മതിലുകളെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവത്താൽ ഉടഞ്ഞ് നീ മുന്നേറാൻ പോകുക. ജോഷുവ 10:12-13-14 വായിക്കുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം, അപ്പൊ ശത്രുവായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ദൈവം ഏൽപ്പിച്ചു കൊടുക്കാൻ പോവാ ശത്രുവിനെ. ആ സമയത്ത് ആ ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ഒറ്റ കൽപ്പന, സൂര്യ നീ ഗിബിയോനിലും. നീ ഇന്നിപ്പോ ഞാൻ
സ്ട്രാറ്റജി മാറും. യുദ്ധം ചിലപ്പോൾ ശത്രു ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ജോഷുവയ്ക്ക് അറിയാം ഇവിടെ ഒരു വിടുതൽ നടക്കണമെങ്കിൽ ഇന്നുകൊണ്ട് അടിച്ചു തീർക്കണം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. സൂര്യന്റെ സമയത്ത് അസ്തമിക്കും, പക്ഷെ സൂര്യൻ അസ്തമിക്കാൻ പാടില്ല. ഒറ്റ കൽപ്പന, സൂര്യ അവിടെ നിൽക്കാം. ചില സാഹചര്യത്തിന്റെ മുമ്പിൽ നീ പതറാതെ കൽപ്പിക്കണം. തലമുറയെ നോക്കി, വീടിനെ നോക്കി, അവസ്ഥയെ നോക്കി ആധാരം തുറന്ന് കൽപ്പിക്കണം. കൽപ്പിക്കാൻ ദൈവം ചിലരെ ബലപ്പെടുത്തുക. ഇനി ഒന്ന് വായിച്ചേ. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു. ജനം തന്റെ, ആ വാക്ക് ശ്രദ്ധിക്കണം, ജനം തന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു. ചലിച്ചില്ല സൂര്യൻ. ചന്ദ്രനും നിശ്ചലമായി. ചന്ദ്രൻ നിശ്ചലമായി അവിടെ നിന്നു. ഇവിടെ ജയം കിട്ടുന്നവരെ, അതിന്റെ അർത്ഥം നമുക്ക് കാര്യം സേഫ് ആക്കുന്നവരെ ചിലതിനെ തടഞ്ഞു നിർത്താനും ചിലതിനെ പോകാതെ നിർത്താനും ദൈവത്തിന് സാധിക്കും. കുറച്ചും കൂടെ മനസ്സിലായോ? എങ്ങനെ മനസ്സിലാകുന്ന അതുപോലെ ദൂതിൽ ഒരു ഏറ്റെടുത്തോ. നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മളെ സേഫ് ആക്കാനായി ചിലതിനെ തടച്ച് ദൈവം നിർത്തും. അടുത്തത് വായിച്ചു. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ദൈവം ഈ പറഞ്ഞപ്പോഴും പറയുന്ന മനുഷ്യനാ, പക്ഷെ യുദ്ധം ചെയ്യുന്ന ആരാ? അപ്പൊ അതാ ദൈവം ജാഗരിച്ചോളും. നമ്മുടെ പാർട്ടിസിപ്പേഷൻ, നമ്മുടെ ആ കെട്ട് ബന്ധനം അഴിക്കുന്ന ദൈവം, യുദ്ധം ചെയ്യുന്ന ദൈവം, പക്ഷെ വാക്ക് പറയാൻ നമ്മൾ തയ്യാറാകണം. താങ്ക് യു ജീസസ്.